ഹലോ ഗൈസ്, നമുക്കിന്ന് കൊട്ടാരക്കരയിലെ ഗണപതി ഭഗവാനെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സത്യം പറഞ്ഞാൽ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നു ഗൈസ്. കാരണം ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളെന്ന് വെച്ചാൽ കുറേയേറെ നാളായി. എന്തുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല ഗൈസ്. പലവിധ കാരണത്താൽ പറ്റിയിട്ടില്ല. അപ്പം ഇനി അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അത് വൈകിക്കാതെ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ കരുതി. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ ആ സ്പോട്ടിൽ നിന്ന് സംസാരിച്ച കലപില എന്ന് എന്തൊക്കെയോ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഞാൻ സ്പോട്ടിൽ സംസാരിച്ചെടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ റീ എഡിറ്റിങ്ങിന് ഞാൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആ വോയിസിൽ നിങ്ങളത് കേൾക്കണ്ട. കാരണം അന്ന് എനിക്ക് പനി വന്നിട്ട് ഒച്ചയൊക്കെ അടച്ച് ഒരുമാതിരി അരോചകമായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ആ തളർന്ന വോയിസിലുള്ള സംസാരം നിങ്ങൾ കേൾക്കണ്ടാണെന്ന്. പക്ഷേ എൻ്റെ ഫേസൊന്നും കണ്ട് അങ്ങനെ പറയത്തില്ല കേട്ടോ. നമ്മൾ അന്ന് പോയതൊരു നവരാത്രി ടൈമായിരുന്നേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ റോഡും കാര്യങ്ങളൊക്കെ കണ്ടറിയാൻ നല്ല തിരക്കാണ്. വാഹനങ്ങളാണെങ്കിലും ആളുകളാണെങ്കിലും ഒക്കെ നല്ല തിരക്കിലാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഞാനിത് ആദ്യത്തെ യാത്രയാണ് ഇവിടേക്ക് കേട്ടോ. ഇതിന് മുന്നേ പോയിട്ടില്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ കുഞ്ഞിലെ ഒരു വട്ടം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കൂടെ ഉത്സവം കാണാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഉത്സവം രാത്രിയിലാണ് വന്നത്. അതുകൊണ്ട് അമ്പലമോ ചുറ്റുപാടോ ഒന്നും ചൊവ്വയെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ സത്യം കണക്കിൽ പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വന്നതൊരു നവരാത്രി ടൈമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിറയെ ആളുകളായിരുന്നു. പോരാത്തതിന് നമ്മൾ ആദ്യമേ അങ്ങോട്ട് ചെന്ന സമയത്ത് തന്നെ നവരാത്രിയുടെ ടൈമിൽ ഈ കുട്ടികളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ വന്ന് നിന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനന്ന് സാരി എടുത്തിട്ടാണ് പോയത്. കാണുന്നുണ്ടല്ലോ നിങ്ങളല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ സാരി എടുക്കുന്നതേ എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുമോ? എന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടോ? എത്ര പേര് ഇന്ന് കമൻറ്റ് ഇടുമെന്ന് നോക്കട്ടെ. ഈ സാരി എടുത്തിട്ടുള്ള കുറേ ഷോർട്സ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ അമ്പലത്തിൻ്റെ കാര്യമൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാം. വിഘ്നേശ്വരനാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. വിഘ്നേശ്വര, വിഘ്നങ്ങളൊന്നും വരുത്തില്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടാണ് നമ്മളിവിടേക്ക് പോകുന്നത്. ഏതൊരു കാര്യം ഇറങ്ങിയാൽ ആ കാര്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ആരാന്നറിയോ? ശിവഭഗവാനാണ്. കിഴക്കോട്ട് ശിവഭഗവാനും പടിഞ്ഞാറോട്ട് പാർവതി ദേവിയുമാണ് ഇവിടുത്തെ ദർശനം കുടികൊള്ളുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഉപദേവതയായിട്ടുള്ള ഗണപതി ഭഗവാന്റെ പേരിലാണ് ഈ ക്ഷേത്രം കൂടുതലായിട്ട് പ്രശസ്തി ആർജിച്ചത്. ബാലഗണപതിയാണ് ഇവിടുത്തെ രൂപം. അതായത് പ്രതിഷ്ഠയുടെ രൂപം ബാലഗണപതിയാണെന്നാണ് ഞാനിങ്ങനെ വായിച്ചിട്ടൊക്കെ അറിഞ്ഞാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം പിന്നെ അവിടെ ഇതിലേക്കൂടെയൊക്കെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ തിരക്കിനിടയ്ക്ക് വിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ മിസ്സാവത്തില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നോക്കി പോകുന്നതൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. പക്ഷേ അന്നേരം ഒരു ടെൻഷനും കാര്യമൊക്കെ ആണെങ്കിലും പിന്നീട് ഓർക്കുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും, ചിരിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നതും പറയുന്നതും ഒക്കെ പിന്നീട് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിരി വരും. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ അവിടെ സൈഡിൽ നമ്മുടെ ആ ഒരു നാഗക്ഷേത്രത്തിൻ്റെയൊക്കെ ഭാഗത്ത് വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് എന്തൊക്കെയോ കലവില പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ആ കാണുന്നൊരു മരം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു മരം കാണിക്കും. ആ മരം പേരെനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളോട് ആർക്കെങ്കിലും അറിയുമോ എന്നൊക്കെ. അതാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നത്. അപ്പോഴാണ് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് കിട്ടി? നമ്മുടെ ഉണ്ണിയപ്പം, പ്രധാനപ്പെട്ട വഴിപാടായ മഹാഗണപതിയുടെ ഉണ്ണിയപ്പം. നല്ല അരിപ്പൊടിയും നെയ്യും ശർക്കരയും കദളിപ്പഴവും ഒക്കെ ചേർത്തുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റുള്ള ഉണ്ണിയപ്പം. അത് കുറച്ച് കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ ആ കുളത്തിൻ്റെ ഭാഗത്തോട്ട് പോയി. പിന്നെ കണ്ടാലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഭ്രാന്ത് കാണിച്ചു കൂട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പിന്നെ സാരി ഉടുത്തുകൊണ്ട് അവിടെ കൂടെ കിടന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മേടമാസത്തിലെ തിരുവാതിര നാളിൽ നമ്മുടെ അവിടുത്തെ വാർഷികോത്സവം, നമ്മുടെ മഹാദേവൻ്റെ ചടങ്ങാണല്ലോ അതെന്ന് പറയുന്നത്. പിന്നെ ചിങ്ങത്തിലെ വിനായക ചതുർത്ഥി, ശിവരാത്രി, നവരാത്രിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആഘോഷ ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, കേരളത്തിൻ്റെ തനത് കലാരൂപമായിട്ടുള്ള കഥകളിയുടെ പഴയ രൂപമായ രാമനാട്ടം ആദ്യമായിട്ട് കൊട്ടാരക്കര തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം ഈ ക്ഷേത്രമുറ്റത്താണ് ആദ്യമായിട്ട് അത് നടത്തിയെന്നൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പറയുകയാണ്. പിന്നെ എനിക്കുണ്ടല്ലോ ഇവിടോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നിട്ട് ആ കുളത്തിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ സാരി ഉടുത്തിട്ട് ഇതിൻ്റെ എല്ലാം മുന്നിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കും അതൊക്കെ കാണിച്ചു. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം.